സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഡിറ്റോ വടക്കൻ അച്ചിക്കാവ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് അല്പസ്വല്പം പറയുവാൻ ദൈവജനമേ ദൈവത്തിൽ ശരണപ്പെടുന്നു. സ്തോത്രം. അല്പസമയത്തേക്ക് താങ്കളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രഭാതത്തിൽ തന്നെ. സ്തോത്രം സ്തോത്രം. സങ്കീർത്തനം 2 വാക്യം. ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ സങ്കീർത്തനം 3. അവർ ആട്ടിരകത്ത് നട്ടിരിക്കുന്നതും തക്കസമയത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം. സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തു ലോകത്തായിരുന്നപ്പോൾ തൻ്റെ പരസ്യശുശ്രൂഷ വേളയിൽ തൻ്റെ ശിഷ്യരുമായി പടകിൽ യാത്ര ചെയ്ത് വരവ് പടകിന് കൊടുങ്കാറ്റ്, തിരമാല, പടക് മുങ്ങുമോ എന്നുള്ള ഭയം. എന്നാൽ പടകിൻ്റെ അമരത്ത് യേശു ക്രിസ്തു ഉറങ്ങുന്നുണ്ടായിരുന്നു. സ്തോത്രം. യേശുവിനെ വിളിച്ചു നിർത്തി. യേശുവിനെ ശിഷ്യന്മാർ പറഞ്ഞു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഭീതിക്കളാകുന്ന എന്ത്? കാറ്റേ ശാന്തമാകുക, കടലെ ശാന്തമാകുക. യേശു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, കാറ്റും കടലും ശാന്തമായി. അവരക്കരയ്ക്ക് എത്തിയ സ്ഥലത്തിൻ്റെ പേര് ഗദർദേശം. ഗദർദേശത്തേക്ക് യേശു കാലെടുത്ത് ഇറങ്ങിയപ്പോൾ ഗദർദേശത്തിന് ഭൂതമുണ്ടായിരുന്നു. 6000 ഭൂതമാണ് ഒരു വ്യക്തിയുടെ ദേഹത്ത്. സ്തോത്രം സ്തോത്രം. തുണിയിരിക്കാത്ത വ്യക്തി, ശവക്കല്ലറയിൽ പാർക്കുന്ന വ്യക്തി ഓടി വന്ന് യേശുവിനെ നമസ്കരിച്ചു. സ്തോത്രം. യേശുവിനെ വണങ്ങി, തുണി ധരിച്ചു, വസ്ത്രം ധരിച്ചു. അഭിഷക്തനായ യേശുവിന് മുമ്പിൽ താൻ വണങ്ങിയിരുന്നു. വചനം കേട്ടു. സ്തോത്രം സ്തോത്രം. യേശുവിനോട് ചോദിക്കുകയാണ് യേശു പോകുമ്പോൾ, ഞാനും അങ്ങയുടെ കൂടെ സുവിശേഷം അറിയിപ്പാൻ വരട്ടെ? യേശു പറഞ്ഞു, ഇന്നാവും വരണ്ട. നീ ആദ്യം പോയി നിന്റെ ദേശത്ത് പോയി നിന്നെ സൗഖ്യമാക്കിയ വിവരം പറയുക. അങ്ങനെ തെക്കപ്പൊരിക്ക ദേശത്തെ സുവിശേഷനായി മാറി 6000 ഭൂതമുള്ള വ്യക്തി ഭൂതമെല്ലാം മാറിപ്പോയി. സ്തോത്രം. സുവിശേഷകനായി മാറി. സ്തോത്രം സ്തോത്രം സ്തോത്രം. നാട്ടുകാർ കൈകാര്യം ചെയ്യാത്ത വിഷയമായിരുന്നു. ചങ്ങല പൊട്ടിക്കുക, സെല്ല് പൊളിക്കുക. നാട്ടുകാർ കൈകാര്യം ചെയ്യാത്ത വിഷയം, നാട്ടുകാർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത വിഷയം, നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത. യേശു ഹാൻഡിൽ ചെയ്തു. യേശു പരിഹരിച്ചു. ഭൂതത്തെ പുറത്താക്കിക്കൊണ്ട് ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൽപ്പിച്ചു. പുത്ര സ്വാതന്ത്ര്യം വരുത്തിയ സാക്ഷാൽ സ്വതന്ത്രനായി തിരുവചനത്തിൽ കാണുന്ന പോലെ. സ്തോത്രം. വിശുദ്ധ ബൈബിളിൽ കാണുന്ന പോലെ 12 വർഷമായി ബ്ലീഡിങ്, രക്തസ്രാവകാരിയായ സ്ത്രീ പല വൈദ്യരാൾ ചികിത്സിച്ചു. വീടും പറമ്പെല്ലാം വിറ്റ് ചികിത്സിച്ചു. എന്നിട്ടും ഒട്ടും സൗഖ്യം വരാത്ത സ്ത്രീ. ആ സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. യേശുവിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ സൗഖ്യം പ്രാപിക്കാനുള്ള വിശ്വാസത്തോടെ ഓടി വന്ന് കൂട്ടത്തിനുള്ളിലൂടെ ഓടിച്ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊങ്ങലൊന്ന് തൊട്ടു. വസ്ത്രത്തിൻ്റെ അഗ്രഹം തൊട്ടു. ഉടനെ സൗഖ്യം പ്രാപിച്ചു. യേശു ക്രിസ്തു ചോദിച്ചു, എന്നെ തൊട്ടതാര്? 12 വർഷം രക്തരാമണ പറഞ്ഞു, ഞാൻ ശിഷ്യന്മാർ ചോദിച്ചു, ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ നിന്നെ തൊട്ടാരും ചോദിക്കുന്ന എന്ത്? യേശു പറഞ്ഞു, അല്ല, എന്നെ ആരോ തൊട്ടു, എൻ്റെ ശക്തി പുറപ്പെട്ടു. യുവതി പറഞ്ഞു, ഞാനാണ്, എനിക്ക് സൗഖ്യം പ്രാപിച്ചു, എനിക്ക് ഇന്ന അസുഖം ഉണ്ടായിരുന്നു. സ്തോത്രം. സൗഖ്യം പ്രാപിച്ചു. യേശു ക്രിസ്തുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച 12 വർഷമായി ബ്ലീഡിങ്ങുള്ള സ്ത്രീ സ്വതന്ത്രയായി. സ്തോത്രം. ആ വൈദ്യന്മാർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയം, ഡോക്ടർമാർക്ക് കൈകാര്യം ചെയ്യാത്ത വിഷയം യേശു കൈകാര്യം ചെയ്തു. സ്തോത്രം. എനിക്ക് കഴിയാത്ത യേശുവിൽ സമർപ്പിക്കുക. സ്തോത്രം. മർക്കോസ് 5:35. യായിറോസിൻ്റെ പള്ളി പ്രമാണി യായിറോസ്. സ്തോത്രം. യായിറോസിൻ്റെ ഏക മകൾ മരിച്ചുപോയി. യേശു ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് യായിറോസിനെ വീട്ടിൽ ചെന്ന് മക്കളെ ഉയർപ്പിച്ചു. മകളുടെ മകനെ മടക്കി വരുത്തി, ജീവനെ മടക്കി വരുത്തി. ജീവനുള്ള പിതാവ്